ഹായ്. അപ്പോൾ ഈ 2026 ജനുവരിയിൽ എനിക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഹസ്ബൻഡ് അയച്ചൊരു ഡയറിയാണത്. അപ്പം ഇതൊരു ഹാരി പോട്ടർ ബുക്ക് പോലെയൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. അങ്ങനെയാണ് ഇത് വാങ്ങിക്കൊണ്ട് വന്നത്. ഇത് കിട്ടിയിട്ട് കുറച്ച് നാളായി. ഞാനിതിൽ എന്ത് എഴുതും, എങ്ങനെ എഴുതി തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു കാലിഗ്രഫി പഠിച്ചിട്ട് എഴുതാം എന്നൊക്കെ വിചാരിച്ചു. കാലിഗ്രഫി പഠിക്കാനൊക്കെ തുടങ്ങി, എഴുതാനൊക്കെ തുടങ്ങി. ഒരു സെക്കൻഡ്. എഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് കളർഫുൾ പേനയൊക്കെ വാങ്ങി. അതുപോലെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ്. കലിഗ്രഫിയുടെ ഒരു പേനയാണ് കേട്ടോ. ഇതിങ്ങനെ പല അളവുകളിലുണ്ട്. അതിലിപ്പം 1 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നിബ് കണ്ടോ, ഇങ്ങനെയാണ്. അതിൻ്റെ സ്ട്രൈക്സൊക്കെ കുറച്ച് നമുക്ക് ഡിഫറെൻ്റായിട്ട് സ്ട്രൈക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയും പല കണത്തിലൊക്കെ വരും. അങ്ങനെ ഞാൻ കലിഗ്രഫി ഒന്ന് പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. കലിഗ്രഫി മെയിനായിട്ട് അവർ പറയുന്നൊരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധാ പെൻ ഉപയോഗിച്ച് എഴുതിയാലും ഓക്കെയാണ്, കലിഗ്രഫിയുടെ പെൻ ഉപയോഗിച്ച് എഴുതിയാലും ഓക്കെയാണ്. പക്ഷേ റൂൾ ഇത്രയേ ഉള്ളൂ: ഏതൊരു ലൈനാണോ താഴോട്ട് വരയ്ക്കുന്നത് ആ ലൈനിന് കനം കൂടുതലായിരിക്കണം. സ്മോൾ ലെറ്റർ എഴുതിയാലും കഴ്സീവ് ലെറ്റർ എഴുതിയാലും എന്താണ്, ഇപ്പോൾ ഈവൻ മലയാളമാണെങ്കിൽ പോലും നമ്മൾ ആ എഴുതുമ്പോൾ മേലോട്ട് പോകുമ്പം ആ ലൈൻ പതുക്കെ കനം കുറച്ച് എഴുതുക. തിരിച്ച് താഴേക്ക് വരുന്ന ഭാഗങ്ങൾ ഇത് സ്ട്രെയിറ്റ് ആണല്ലോ, അപ്പോൾ അത് നോർമൽ ലെങ്ത് മതി. താഴേക്ക് വരുന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് കട്ടി കൂടി വരയ്ക്കാം. സാധാരണയാണെങ്കിൽ 2 തവണ വരയ്ക്കും, അപ്പോൾ കട്ടി കൂടുതലായിട്ട് വരും. അതാണ് കലിഗ്രഫിയുടെ ബേസിക് റൂള്. ഞാൻ എഴുതി പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതൊക്കെ കൊണ്ട് ഞാൻ ബുക്ക് എഴുതാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് പേജസ് ആയിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ചു എന്ത് ചെയ്യണം എന്നത്. ഇത് കളർഫുൾ പേനാണ്. ഇതിൽ 10 കളേഴ്സ് ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതല്ല, അല്ലാതെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ. ഇതിന് എത്രയാണ്, 10 പീസുണ്ട്, 100 രൂപയാണ്. ഒരെണ്ണത്തിന് 10 രൂപ വെച്ചിട്ട്. നല്ല കളേഴ്സാണ് കേട്ടോ. കമ്പനി ആയതുകൊണ്ട് ഇതാണ് ബെറ്റർ എനേബിൾ ലേണിംഗ്, കൊള്ളാം. അതൊരു ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെച്ചാണ്. മിറർ പെന്നിലായി ഇതിനകത്ത് ഇത്രയും പെന്ന് വരുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ബുക്കിലേക്ക് വരികയാണ്. ഇതാണ് ബുക്ക്. അപ്പോൾ ഇത് ഞാൻ എഴുതി തുടങ്ങി. ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ വിചാരിക്കുന്നു ഇഷാൻ ഒരു വായിക്കാനും എഴുതാനും ഒക്കെ പ്രായമാകുമ്പോഴത്തേക്ക് അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ അവനുമായിട്ടുള്ള കുറേ മെമ്മറീസും അവനെനിക്ക് കൊടുക്കാനുള്ള കുറച്ച് ഉപദേശങ്ങളൊക്കെ ആയിട്ട് ഒരു ബുക്കായിട്ട് ഇത് അവന് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവന് വേണ്ടി എഴുതാനുണ്ടായിരുന്ന ഒരു ലെറ്ററാണ് ഞാൻ ആദ്യം എഴുതിയത്. കുറച്ച് പറ്റുന്ന രീതിയിലൊക്കെ ഈ പേനയൊക്കെ ഉപയോഗിച്ച് ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് പേജായിട്ട് വരുന്നത്. അതിനകത്തുള്ളൊരു ലെറ്റർ. ഞാൻ വിചാരിക്കുന്നു അവൻ ഇങ്ങനെയൊക്കെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെറ്ററാണ്. വെറുതെ ഒന്ന് വായിക്കാവേ. അവൻ വളരുമ്പോഴല്ലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഹെഡിങ് യു ഗ്രോ ഐ ലേൺ എന്ന് കൊടുത്തത്. ഡിയർ ഇഷാൻ, ഓഫ് ഓൾ ദ പാത്സ് ഇൻ ദ യൂണിവേഴ്സ് ours crossed, not by accident, not by ownership, but by alignment. We met so we could grow. You grow into the world and I learn how to walk beside you. The universe did not bring us to complete each other, but to support each other's becoming. Be grateful for every meeting in your life. Some people stay, some teach, some prepare you for the next step. When you wonder why someone entered your life, remember, no connection is random, but no connection is odd. Walk with gratitude, stay grounded, and trust that what is meant to grow with you will stay. അപ്പോൾ ഇതാണ് എനിക്ക് അവനോട് പറയാനുള്ള ഒരു ലെറ്ററായിട്ട് തന്നത്. ഇത് ഫുള്ള് ഇംഗ്ലീഷ് ഞാൻ സ്വന്തമായിട്ട് എഴുതിയാണെന്ന് ചോദിച്ചാലല്ല, പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഐഡിയയാണ്. എന്തുകൊണ്ട് മലയാളത്തിൽ എഴുതാൻ പറ്റുന്നില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഉപദേശങ്ങളൊക്കെ എങ്ങനെ മലയാളത്തിൽ കൊടുക്കും, നല്ല കാര്യങ്ങളൊക്കെ. നമ്മൾ കൂടുതലും കാണുന്ന വീഡിയോസ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, വീഡിയോസൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു ഉപദേശവും നല്ല കാര്യം ഒരു പൂർണ്ണത വരുന്നില്ലാത്ത പോലെ തോന്നുന്നു. എന്തോ
പിന്നെ മെമ്മറീസൊക്കെ എൻ്റെ സ്വന്തം വേർഡ്സിൽ മലയാളത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫോട്ടോസൊക്കെ വെച്ചിട്ട് അത് ഞാൻ എഴുതി തുടങ്ങിയില്ല. എനിക്കും ഇതുപോലെ കുറച്ച് ഇഷ്ടപ്പെട്ട ഉപദേശങ്ങളൊക്കെയാണ് ഈ ഡൂഡിൽ വർക്കൊക്കെ ഞാൻ നോക്കി സ്വന്തമായിട്ട് ചെയ്തത്. Slowly losing friends is a part of growing up. We don't lose friends. We just learn who our real friends are. Be kind, but do not lose yourself trying to please everyone. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉൾക്കൊള്ളാൻ ആഗ്രഹിച്ച പാഠങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന പാഠങ്ങളാണ്. I do my best today. That's enough for today. I ask with clarity, work with sincerity, and trust the universe. ഈ പേജൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്വന്തമായിട്ട് ഹെൽത്തി റിലേഷൻഷിപ്സ് ആർ ബിൽഡ് ഓൺ റെസ്പെക്ട്, ഓണസ്റ്റി, ഫ്രീഡം ആൻഡ് ബൗണ്ടറീസ്. ഈ പോസ്റ്റ് ബ്രീഡ് ഷൂസ് അതൊരു സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ്. ഈ ഫ്രണ്ട് ഓർ ഫോ എന്ന് വെച്ചിട്ട് ഞാനിപ്പം 2025 തൊട്ട് ബുക്സൊക്കെ കുറേ വായിക്കുന്നുണ്ട്. ഇങ്ങനെ സദ്ഗുരുവിൻ്റെ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിനകത്തൊരു കഥയാണിത്, ഫ്രണ്ട് ഓർ ഫോ. അത് ഒരു രസകരമായിട്ട് എനിക്ക് തോന്നുന്നൊരു കഥയാണ്. കുറേ കിളികൾ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്ക് അവർ ആ തണുപ്പ് അവരെ വിഴുങ്ങുന്നതിന് മുമ്പ് ഒരു സ്ഥലം വിടും, ചേക്കേറും. പുതിയ സ്ഥലത്തേക്ക് ക്ലൈമറ്റിലേക്ക് പോകും. അപ്പോൾ ഒരു കിളി അവിടെ നിന്ന് കുറച്ച് കൂടുതലായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് റിലാക്സ്ഡായിട്ട് ഇരിക്കുന്ന കാരണം അതിൻ്റെ കൂട്ടുകാരെല്ലാം മറന്നു പോയിട്ട് ഇത് കുറച്ച് വൈകിയാണ് പുറപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെ ഡെസ്റ്റിനേറ്റഡ് പ്ലേസിൽ സേഫായിട്ട് എത്താൻ പറ്റിയില്ല. പോകുന്ന പോക്കിന് അത് മരവിച്ച് ചിറകുകളൊന്നും പറക്കാൻ പറ്റാണ്ട് അത് താഴെ വീണ സമയത്തൊരു പശു വന്നിട്ട് അതിൻ്റെ പുറത്ത് ചാണകം ഇടും. അപ്പം ആ ഒരു ചാണകത്തിൻ്റെ ചൂടും അതിൻ്റെ ഒരു ചൂടൊക്കെ കിട്ടിക്കൊണ്ട് ആ കിളി എന്തായാലും മരിക്കാതെ രക്ഷപ്പെട്ടു. അപ്പോൾ അതിന് ജീവൻ കിട്ടിയ സന്തോഷത്തിൽ അത് ഉറക്കെ കിടന്ന് കൂകി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതുവഴി പോയ ഒരു പൂച്ച എന്നിട്ട് എന്ത് ചെയ്തു, ഇത് എവിടെ നിന്ന് ഈ കൂകി വിളിക്കുന്നത് നോക്കിയിട്ട് ഇതിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ വലിച്ചെടുത്തിട്ട് ആ പൂച്ച കിളിയെ തിന്നു. അതാണ് കഥ. അപ്പോൾ ഈ കഥയിൽ നിന്ന് അതിലൊരു ഗുണപാഠമായിട്ട് പറയുന്ന കാര്യം എനിക്ക് ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നി. അത് ഞാൻ ആ വേർഡ്സ് അതുപോലെ തന്നെ വായിക്കാവേ. ഇതാണ് whoever heats you up in shit need not necessarily be your enemy. Whoever pulls you out of shit need not necessarily be your friend. And above all, when you are in a heap of shit, learn to keep your mouth shut. നിങ്ങളെ എന്താ പറയുക, ഇതെനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വായിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് അതിന് വേണ്ടി ഒന്ന് എഴുതിയെടുക്കാം. പിന്നെ അതിൽ നിന്ന് കിട്ടുന്നൊരു ഗുണപാഠമാണിത്. When you control your reaction, nobody can manipulate. അതുപോലെ അടുത്തത് പോസ് മീൻസ് സ്റ്റോപ്പ് സ്പീക്കിംഗ് ഓർ ആക്ടിങ്. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബ്രീത്ത്. വൺ സ്ലോ ബ്രീത്ത് ഇൻ, വൺ സ്ലോ ബ്രീത്ത് ഔട്ട്. ചൂസ്, എന്നിട്ടേ ചൂസ് ചെയ്യാവൂ. റെസ്പോണ്ട്, ഡോണ്ട് റിയാക്ട്. റെസ്പോണ്ടാണ് ചെയ്യേണ്ടത്, റിയാക്ട് ചെയ്യുന്നത്. നമ്മളും പല സിറ്റുവേഷൻസിലും റിയാക്ട് ചെയ്യുക ചെയ്യുന്നത്. റെസ്പോണ്ട് ചെയ്യുന്ന എപ്പോഴും ആലോചിച്ച് കണ്ട് ചെയ്യുന്നതിനാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മളത് കുറ്റക്കാരായി പോകുന്നത്. ചിലപ്പോൾ നമ്മൾ തന്നെ പിന്നീട് ഗിൽറ്റ് അനുഭവിക്കേണ്ടുന്ന പല സിറ്റുവേഷനും ഉണ്ടാകുന്നത് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് റിയാക്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. റിയാക്ട് അല്ല ചെയ്യേണ്ടത്, റെസ്പോണ്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇഷാന് മാത്രമല്ല, എനിക്കൂടെ ഞാനൊരു ഉപദേശം തരികയാണ്. പിന്നെ ഞാൻ ബുക്കൊരു വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദ ഗിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. നമ്മൾ ഡിസ്കവറി ചാനലൊക്കെ കാണുമ്പോൾ ഒരു ബെയർ ഗിൽസ് എന്നാണ് പുള്ളിയുടെ പേര്. എല്ലാ പല്ലിയും പഴുതാരയൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ആ പുള്ളിക്കാരൻ ഒരു ആർമി ഓഫീസറും കൂടിയായിരുന്നു. അതിന് ശേഷമാണ് ഇതുപോലെ ഒരു ആങ്കറിങ്ങിലോട്ട് ഇറങ്ങിയത്. പുള്ളിക്ക് പണ്ട് തൊട്ടേ ഇതുപോലെ ഫോറസ്റ്റിലൊക്കെ വാണ്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്കിലെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നീട് എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ അതിലെയാണ്. There is only one failure when we give up. Never give up.
NGU. പുള്ളി എപ്പോഴും പറയുന്ന കാര്യമാണ്. ആൻഡ് ദിസ് ടൈം ഫൈനലി ഐ മേഡ് ഇറ്റ് ത്രൂ. അങ്ങനെ ഒരു ടൈം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഒരുപാട് സമയം നമ്മൾ ചെയ്തിട്ട് ഈ സമയം ഞാനത് പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. പിന്നെ ബീയിങ് ഗ്രേറ്റ്ഫുൾ, എല്ലാ കാര്യത്തിനും നന്ദി ഉണ്ടാവുക. പുള്ളിയുടെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മൗണ്ടൻ കീഴടക്കാൻ, എവറസ്റ്റ് തന്നെയാണ്, പോകുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് പോവാണ്. അപ്പം അവിചാരിതമായിട്ട് പെട്ടെന്നൊരു ഗർത്തം ഉണ്ടായിട്ട് അയാൾ നിപ്പിൽ താഴോട്ടൊന്ന് പോവാണ്. അപ്പോൾ കാണാൻ ഒരു ചരടിൽ, അത്ര ബലമില്ലാത്തൊരു ചരടിൽ അയാൾ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അയാൾ ആലോചിച്ചു, 2-3 സെക്കൻഡ് മുന്നെയാണ് ആ റോപ്പ് അയാൾ ശരീരമായിട്ട് അറ്റാച്ച് ചെയ്തു, സേഫ്റ്റി റോപ്പ്. അതിന് ശേഷമാണ് ഇത് സംഭവിച്ചെങ്കിൽ പുള്ളി അപ്പം മരിക്കുകയാണ് അവിടെ. അപ്പം ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഫ്രണ്ട്സ് ഓടി വന്നു. പക്ഷേ ഈ റോപ്പിന് ഭയങ്കര ബലം കുറവായതുകൊണ്ട് ജീവൻ കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ അവരവരുടെ ആത്മാർത്ഥ ശ്രമം കൊണ്ട് പുള്ളിയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. മരണം നേരിട്ട് കണ്ടൊരു അനുഭവമാണ്. അപ്പോൾ ആ ദിവസം പുള്ളി നന്ദി സൂചകമായിട്ട് നോട്ട് എഴുതി വെച്ചു. ആ ദിവസം പോലും അത് എഴുതി. നമ്മളാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്ദി കെട്ടവരായിട്ട് പോവുകയാണ്. അപ്പം ആ ഒരു നോട്ട് പുള്ളിയുടെ തന്നെ വേർഡ്സ് വായിക്കാം. ഇതാണ്: I don't think I have ever felt so close to being killed as I did today. It leaves me with deep gratitude for all the good and beautiful things in my life. ബെയർ ഗിൽസ് എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ. യു വേഴ്സ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ യു വേഴ്സസ് ദ വേൾഡ്, ഗൈഡ് ടു നെവർ ഗിവ് അപ്പ്. ആ ബുക്കാണ് ഞാൻ വായിച്ചത്. ദ ബെയർ ഗ്രിൽസ്. ഹൗ യു ഡീൽ വിത്ത് ലൈഫ്, both the good and the bad, is your choice. Being grateful makes every situation a little better. ഇത് പുള്ളിയുടെ വാക്കുകളാണ് കേട്ടോ. Success on our own can be lonely. Success as a team is exhilarating. അതും പുള്ളിയുടെ വാക്കുകളാണ്. ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടീമിലുള്ള എല്ലാവർക്കും യുണീക്കായിട്ടുള്ളൊരു റോള് കാണും. അതിൽ അയാളായിരിക്കും ദ ബെസ്റ്റ്. പക്ഷെ ആ അയാളുടെ റോൾ എന്താണെന്നുള്ളത് എല്ലാ ടീം മെമ്പേഴ്സും അറിഞ്ഞിരിക്കണം. അതുപോലെ ഒരു ടീമിന് ഉറപ്പായിട്ടും എല്ലാവരും എഗ്രി ചെയ്തിരിക്കുന്ന ഒരു ഗോള് വേണം. ആ ഗോളിലേക്കായിരിക്കണം എല്ലാവരും ഒരേപോലെ നീങ്ങേണ്ടത്. പിന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ തിളങ്ങണം എന്നല്ല ചിന്തിക്കേണ്ടത്, എല്ലാവരും ഒരുമിച്ച് തിളങ്ങണം. അപ്പം എന്നേക്കാൾ മറ്റുള്ളവർ തിളങ്ങുന്നതിൽ ഒരു കുറ്റബോധം വേണ്ട ആവശ്യമില്ല. കാരണം ഒടുവിൽ നമ്മൾ ജയിക്കുമ്പോൾ നമ്മളൊരു ടീമായിട്ടാണ് ജയിക്കുന്നത്. അതൊക്കെയാണ് ടീമിൻ്റെ കുറച്ച് ടിപ്സായിട്ട് കാണുന്നത്. അതൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റില്ലേ, ഒരു ഗട്ട് ഫീലിംഗ്, അതിനെ എപ്പോഴും വിശ്വസിക്കണം. ട്രസ്റ്റ് ദ വോയിസ് ഇൻസൈഡ്. സംതിങ് വാസ് ടെല്ലിങ് മീ ഫ്രം വിതിൻ ആൻഡ് ഐ ന്യൂ ഐ ഹാഡ് ടു ലിസൺ. പിന്നെ വെൻ പീപ്പിൾ തിങ്ക് ഓഫ് യു, യു ഡോണ്ട് വാണ്ട് ദം ടു തിങ്ക് ഓഫ് യു ആസ് എ കൈൻഡ് പേഴ്സൺ. Do you want them to think as a kind person? Yes, I do. It's the king of qualities. ഇത് പുള്ളിയുടെ വാചകങ്ങളാണ് കേട്ടോ. Fear is totally normal, and that's why I don't avoid scary things. I want that adrenaline to work for me, not to control or overwhelm me. You have got this, so let's go for it. ഇതെല്ലാം ആ ബുക്ക് സ്ക്രീനിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചതല്ലേ, സ്മോൾ ഡിസൈൻ ഒക്കെ. എൻ്റെ കുറേ അധ്വാനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വായിച്ച ബുക്കും അറിവുകളും ഒക്കെയാണ്. ചെറുക്കൻ ദൂരെ വലിച്ചെറിയോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ആഗ്രഹം എപ്പോഴും സൂക്ഷിച്ച് വെക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ബൈ.